വ്യാപാർ ആപ്ലിക്കേഷൻ്റെ ഒരു ക്വിക്ക് ഡെമോ ആണ് നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത്. വ്യാപാറിൻ്റെ ഡാഷ്ബോർഡ് ഈ രീതിയിലാണ് വരുന്നത്. ഡാഷ്ബോർഡിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കാം. ഹോം ബട്ടൺ ആണ് ഇനിഷ്യലി വരുന്നത്. ഹോം ബട്ടൺ താഴെ പാർട്ടി ഡീറ്റെയിൽസ്, നമുക്ക് പുതിയ പാർട്ടി ആഡ് ചെയ്യാനും അതുപോലെ തന്നെ പാർട്ടി ഡീറ്റെയിൽസിന് താഴെ ലോയൽറ്റി പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഐറ്റംസ് ആണ്. ഐറ്റം എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് സെയിൽസ് ആണ്. സെയിൽസിൽ വരുന്നത് സെയിൽസ് ഇൻവോയ്സ്, എസ്റ്റിമേറ്റ് ആൻഡ് കൊട്ടേഷൻ, പേയ്മെൻറ്റ് ഇൻ, സെയിൽസ് ഓർഡർ, ഡെലിവറി ചലാൻ, സെയിൽസ് റിട്ടേൺ. ഇത്രയും ഫീച്ചേഴ്സാണ് സെയിൽസിൻ്റെ രീതിയിൽ വരുന്നത്. പിന്നെ വരുന്നത് പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് ആണ്. അതിൽ പർച്ചേസ് ബില്ല് വരുന്നുണ്ട്, പർച്ചേസ് പേയ്മെൻറ്റ് ഔട്ട് വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്, പർച്ചേസ് ഓർഡർ, പർച്ചേസ് റിട്ടേൺ. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ പർച്ചേസ് ആൻഡ് എക്സ്പെൻസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, ചെക്സ്, ലോൺ അക്കൗണ്ട്സ് എന്നീ ഡീറ്റെയിലുകൾ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന റിപ്പോർട്ടാണ്. റിപ്പോർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ നോക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സിങ്ക് ആൻഡ് ഷെയർ ആൻഡ് ബാക്കപ്പ് ആണ്. ഇതിൽ വരുന്നത് മെയിനായിട്ട് വരുന്നത് നമുക്ക് യൂസറെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. നമുക്ക് യൂസറെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓട്ടോ ബാക്കപ്പ് സെറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് ഓട്ടോ ബാക്കപ്പ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കപ്പ് ഫ്രീക്വൻസി നമുക്ക് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്കും അതുപോലെ തന്നെ ഡ്രൈവിലേക്കും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. കൂടാതെ റീസ്റ്റോർ ബാക്കപ്പ് നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. യൂട്ടിലിറ്റീസിൽ വരുന്നത് അക്കൗണ്ടൻറ്റിന് ആക്സസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാർകോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഐറ്റം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബൾക്കായിട്ട് ഐറ്റം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡാറ്റ നമുക്ക് ടാലിയിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടീന് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ടാലിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഐറ്റം എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ അവിടെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ ജനറൽ സെറ്റിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പ്രിൻറ്റ്, നമ്മുടെ ഇൻവോയ്സ് തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിൻ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. പിന്നെ ടാക്സ് ആൻഡ് GST, ട്രാൻസാക്ഷൻ മെസ്സേജ്, നമ്മുടെ വാട്സപ്പുമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ മെസ്സേജ്, നമ്മുടെ കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പാർട്ടിയെ സെറ്റിങ്സ്. നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡ് ചെയ്യാനും പാർട്ടി സെറ്റിങ്സ് അവിടെ വരുന്നുണ്ട്. ഐറ്റംസിൻ്റെ സെറ്റിങ്സ് ഇവിടെയാണ് വരുന്നത്. നെക്സ്റ്റ് സർവീസ് സെക്ടർ ആണെങ്കിൽ സർവീസ് റിമൈൻഡർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പ്ലാൻ ഇൻഫോ ആണ്. പ്ലാൻ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് പ്ലാൻ ഏതാണെന്ന് നമുക്ക് ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ കഴിയുന്നതാണ്. കറണ്ട് പ്ലാനിൽ നമ്മുടെ പ്ലാൻ ഏതാണെന്നുള്ളത് നമുക്ക് അവിടെ അറിയാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഐറ്റം എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഐറ്റംസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഐറ്റം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. സർവീസ് ആണെങ്കിൽ സർവീസ് ബട്ടൺ എനേബിൾ ചെയ്യാം. നെക്സ്റ്റ് HSN കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. യൂണിറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാറ്റഗറി സെലക്ട് ചെയ്യാം. ഐറ്റം കോഡ് ദാറ്റ് മീൻസ് ബാർകോഡാണ്. പിന്നെ സെയിൽസ് പ്രൈസ്, ഡിസ്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹോൾസെയിൽ പ്രൈസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് പർച്ചേസ് കോസ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ടാക്സ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം. മിനിമം സ്റ്റോക്ക് ടു മെയിൻ്റെയിനിൽ മിനിമം സ്റ്റോക്ക് എൻ്റർ ചെയ്യാം. സ്റ്റോക്ക് ലൊക്കേഷൻ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഐറ്റം ഡീറ്റെയിൽസ് എൻ്റർ ആവുന്നതാണ്. പർച്ചേസ് ബിൽ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുകളിൽ കാണുന്ന ആഡ് പർച്ചേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പർച്ചേസ് ബിൽ വിൻഡോയിൽ പാർട്ടി നെയിം സെലക്ട് ചെയ്യുക. ഐറ്റം നെയിം സെലക്ട് ചെയ്യുക. ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക. പ്രൈസ്, ടാക്സ് എന്നിവ ഐറ്റം ആഡ് ചെയ്തതാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇവിടെ ലോഡായി വരുന്നതാണ്. അല്ലെങ്കിൽ മാനുവലി എൻ്റർ ചെയ്യുക. സേവ് ചെയ്യാനായി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്കൊരു സെയിൽ ബിൽ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. ആഡ് സെയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സെയിൽ വിൻഡോയിൽ ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് എനേബിൾ ചെയ്യുക. പാർട്ടി നെയിം സെലക്ട് ചെയ്യുക. ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക. ഐറ്റം നെയിം എൻ്റർ ചെയ്യുക. ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക. സെയിൽ പ്രൈസ് എൻ്റർ ചെയ്യുക.
സേവ് ചെയ്യാനായി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ബിൽ ഫോർമാറ്റ് പ്രിവ്യൂ ഓപ്പൺ ആയി വരുന്നതാണ്. ബിൽ നമുക്ക് വാട്സപ്പ് വഴി കസ്റ്റമർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. വാട്സപ്പ് കൂടാതെ മെയിൽ വഴിയും മെസ്സേജായും കസ്റ്റമർക്ക് നമുക്ക് ബിൽ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് റിപ്പോർട്ടിൽ ഏതൊക്കെ റിപ്പോർട്ടുകളാണ് വരുന്നത് നോക്കാം. റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇനീഷ്യലി നമുക്ക് വരുന്നത് സെയിൽ റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട്, ഡേ ബുക്ക്, ഓൾ ട്രാൻസാക്ഷൻ റിപ്പോർട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബിൽ വൈസ് പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ, ട്രയൽ ബാലൻസ് റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ്, പാർട്ടി സ്റ്റേറ്റ്മെൻറ്റ്, പാർട്ടി വൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾ പാർട്ടി റിപ്പോർട്ട്, GST, GSTR1, GSTR2, GSTR3B, അങ്ങനെ GST പരമായിട്ട് എല്ലാ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സ്റ്റോക്ക് റിപ്പോർട്ടിൽ സ്റ്റോക്ക് സമ്മറി, ഐറ്റം വൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലോ സ്റ്റോക്ക് സമ്മറി, സ്റ്റോക്ക് ഡീറ്റെയിൽസ്, ഐറ്റം ഡീറ്റെയിൽസ്, ഐറ്റം വൈസ് ഡിസ്കൗണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഡിസ്കൗണ്ട് റിപ്പോർട്ട്, ടാക്സസിൽ GSTR റിപ്പോർട്ട്, TCS റിപ്പോർട്ട്, TDS റിപ്പോർട്ട്, എക്സ്പെൻസ് റിപ്പോർട്ട്, സെയിൽ പർച്ചേസ് ഓർഡർ റിപ്പോർട്ട്. കൂടാതെ അഡീഷണലായി വരുന്നൊരു ഫീച്ചറാണ് ഗ്രോ യുവർ ബിസിനസ്. ഇത് 2 ഫീച്ചറാണ് വരുന്നത്. വാട്സപ്പ് മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ സ്റ്റോർ. വാട്സപ്പ് മാർക്കറ്റിംഗിൽ സ്പെഷ്യൽ ഡേ പോസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ന്യൂ ഇയർ, ക്രിസ്മസ്, റംസാൻ, വിഷു, ഓണം തുടങ്ങിയ ആഘോഷങ്ങളുടെ പോസ്റ്റർ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ബിസിനസ് നെയിമും കോൺടാക്റ്റ് നമ്പറും അഡ്രസ്സും ആഡ് ചെയ്ത് നമ്മുടെ ബിസിനസ് മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി വരുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ്. നമ്മുടെ പ്രോഡക്റ്റിലെല്ലാം നമുക്കൊരു ഓൺലൈൻ സ്റ്റോറായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ ഓൺലൈൻ സ്റ്റോർ നമുക്ക് കസ്റ്റമറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് കസ്റ്റമേഴ്സിന് ഓൺലൈൻ വഴി നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് ഒരുക്കി കൊടുക്കാവുന്നതാണ്. കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് നമ്മുടെ വാട്സപ്പിലേക്ക് ഓർഡർ മെസ്സേജായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് തികച്ചും ഫ്രീ ആയി വ്യാപാർ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. ഇതുവഴി നമ്മുടെ പ്രോഡക്റ്റ് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ ഓൺലൈൻ സ്റ്റോർ വഴി എത്തിക്കാവുന്നതാണ്.